നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും പല രൂപത്തിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നവരായിരിക്കും അവർ. കൂടുതലായി ജനങ്ങളുമായി, നാട്ടുകാരുമായി നല്ല അറ്റാച്ച്മെന്റ് എല്ലാം ഉള്ള ആളുകൾ. എല്ലാ ഉപകാരം ചെയ്യുന്ന പണികളിലൊക്കെയും അവർ സജീവമാണ്. ചില ആളുകൾ എപ്പോ നോക്കിയാലും പള്ളിയിൽ ഇരുന്നിട്ടുണ്ടാവും, എല്ലാ സമയങ്ങളിലും പള്ളിയിൽ. ഞാൻ വിചാരിക്കും ആള് ഭയങ്കര സൂഫിയാണ്, കാരണം എപ്പോഴും പള്ളിയിൽ ഭയങ്കര നല്ല മനുഷ്യനാണ്. എല്ലാ നാട്ടുകാരുടെ എല്ലാ പൊതുവായ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ട്. നമ്മുടെ പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനുമായിട്ട് ഒരു 5 മിനിറ്റ് സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴാണ് അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഈ എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കും കാരണം അത് എപ്പോൾ ഈ പള്ളിയിൽ വന്ന് ഇരിക്കാനുള്ള കാരണം എന്താ അറിയും? വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട്. ഓന്റെ പുറകില് ഓർക്ക് സമാധാനമില്ല. പുരക്ക് അവന്റെ വീട്ടിൽ നടക്കുമ്പോൾ അവർക്ക് ടെൻഷൻ തുടങ്ങി. ഭാര്യയെ കാണുമ്പോൾ ടെൻഷൻ, മക്കളെ കാണുമ്പോൾ ടെൻഷൻ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഓൻ ചെയ്യുന്ന പ്രവർത്തനം എന്താ അറിയാം? പുരക്ക് നോക്കിയാൽ രാത്രി 12 മണിക്ക് നോക്കിയാലും അങ്ങാടിയിലുണ്ടോ, രാത്രി 12 മണിക്ക് നോക്കിയാലും അങ്ങാടിന്റെ പീഡിയന്റെ ആള് ഇങ്ങനെ കറങ്ങിയോണ്ടോ. കാരണം പുരക്ക് പോകാനുള്ള താല്പര്യമില്ലാതെ, പുരക്ക് പോയാൽ ടെൻഷനാണ്, പുരക്ക് പോയാൽ ബേജാറാണ്. വീടെന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പറഞ്ഞു, വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന. വീടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു ഇടം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനല്ലേ? നമ്മ ഇപ്പൊ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ടെൻഷൻ തന്നെയാണ്. സമയത്ത് ഏറെ യാത്ര പോയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിന് സമാധാനമാണ്. 4 കിലോമീറ്റർ അടുക്കുന്നിടത്തോളം നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം. എന്റെ വീടെത്താനായില്ല. ഏതോ ഒരു നാട്ടിലേക്ക് ടൂർ പോയാലോ ഇപ്പൊ ഏടെ പോയിട്ട് കിടക്കുന്നത്, ഏടെ നിൽക്കുന്നത്, എപ്പോഴാണ്? ടെൻഷനാണ്, ബേജാറാണ്. എന്നാൽ നമ്മൾ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഖുർആൻ പറഞ്ഞത് ആ വീട് നമുക്ക് സകന, മനസ്സിന് കുളിർമ തരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഇടമാണ് നമ്മുടെ വീട് എന്നാണ്. ആ സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ്, ആ സന്തോഷം ഇല്ലാതെയാകുമ്പോഴാണ് കൂടുതൽ ആളുകളും ഈ പൊതുപ്രവർത്തന മേഖലകളിലും ജനങ്ങളുമായിട്ടുള്ള ആ ഇടപെടലുകളിലും അതുപോലെ പള്ളിയിൽ വന്നിട്ട് ആ ഇരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ സമാധാനം വേണം. അപ്പൊ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാനോ മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞു. മൻ ഖറഅ സൂറത്ത് യാസീൻ ഒരാൾ ഓതിയാൽ ഹീന യുസ്ബിഹ്, പ്രഭാത സമയത്ത്, സുബഹിന്റെ നേരത്ത്, എന്നാൽ അന്നത്തെ ആ ദിവസത്തിന്റെ സന്തോഷം അവനിക്ക് അന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ സന്തോഷം കിട്ടാനും സമാധാനം കിട്ടാനും നമ്മെ സഹായിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിലിരുന്നിട്ട് യാസീനോദിയാൽ നമുക്ക് സമാധാനം കിട്ടും. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഈ വാക്കെടുത്തിട്ട് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞത് അത് മുജറബാത്താണ്. മുജറബാത്ത് എന്ന് പറഞ്ഞാല് അത് ടെസ്റ്റ് ചെയ്ത് പാസ്സായ വിഷയമാണെന്നാണ്. മുജറബാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു കാര്യം റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇത് സക്സസ് ആകുന്നുണ്ടോ ഇല്ല എന്നോ, യാസീൻ ഓതിട്ട് എന്റെ ടെൻഷൻ മാറുന്നുണ്ടോ ഇല്ലേ, യാസീൻ ഓതിട്ട് എന്റെ മനസ്സിൽ ഞാൻ കരുതിയ കാര്യം പൂർത്തിയാകുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ കുറെ മഹാന്മാർ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവർക്ക് അതിന് വലിയ റിസൾട്ട് കിട്ടി. അതിനാണ് പറഞ്ഞത് മുജറബാത്ത്. അതിന് വേറെ തെളിവൊന്നും വേണ്ട, നമ്മുടെ അനുഭവമാണ്. അവർക്ക് മഹാന്മാർക്കുള്ള അനുഭവമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ടെൻഷനുകൾ, നമ്മുടെ വീട് നമുക്കൊരു സകനാകണോ, നമ്മുടെ വീട് നമുക്കൊരു സമാധാനത്തിന്റെ കേന്ദ്രമാകണോ, എന്നാൽ ഇക്കാര്യം ചെയ്താൽ മതി എന്നാണ്. വീട്ടിലിരുന്ന് ഖുർആനോദ, വീടിന്റെ ഒരു ബർക്കത്താണ്. വീട്ടില് ഭാര്യയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. എന്നാൽ ഒരേ മേശപ്പുറത്ത് ഇരുന്നിട്ട് എല്ലാവരും ഒന്നിച്ച പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഒന്നിച്ച ഖുർആൻ ഓതുന്നുണ്ടോ? എന്നാൽ ആ വീടിൽ വേറെ ഒരു ബർക്കത്തിന്റെ ഇസ്മിന്റെ കുപ്പി കെട്ടാനോ അല്ലെങ്കിൽ വേറെന്തിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്നെ ബർക്കത്താണ്, അതെന്നെ ഒരു ബർക്കത്താണ്.
എല്ലാവരും ഒന്നിച്ചിരുന്ന് വെള്ളിയാഴ്ച സുബഹിയാകുമ്പോ ആൾക്കാർ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഓതാം. ഇവിടെ എവിടെ ഏത് വീട്ടിലാണ് അങ്ങനെ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അവനവന്റെ മുറിയിൽ വെച്ച് അവനവന്റെ മുറിയിലും അവന്റെ ബെഡ്റൂമിലും ഓതുന്നുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്നിട്ട് ആ മേശത്തോർത്ത് ഇരുന്നിട്ട് പുറത്തുള്ള ആ ടേബിളിൽ ഇരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതുമില്ല. ഇപ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു വിഷയമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണം. ഉമ്മയും ഉപ്പയും മക്കളും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഉപ്പ മോന്റെ ഭായിക്ക് ഒരു ചോറ് കൊടുത്ത് അല്ലെ നമ്മളെ ഉപ്പാന്റെ ഭായിക്ക് പണ്ട് നമ്മളെ ഉപ്പ നമുക്കല്ല ഇങ്ങനെ ഒരു പിടിവായന് ചോറ് തന്നതല്ലേ. ആ ഉപ്പാക്ക് നമ്മൾ ഇപ്പൊ വായിക്ക് ഒരു ചോറ് കൊടുക്കുമ്പോ എന്ത് സന്തോഷം, എന്ത് സന്തോഷമാവും. ആ സന്തോഷം മതിയാവില്ല നമുക്ക് ബർക്കത്ത് കിട്ടാൻ. ഏഴണ്ട് ഇങ്ങനെണ്ട ഇപ്പൊ പൊന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ തന്നെ ഇല്ല. പൊന്റെ ഉള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ ടോയ്ലറ്റ്. ഓരോ ബാത്റൂമിൽ ഓരോ ടോയ്ലറ്റ്. ഭക്ഷണം കഴിക്കുന്ന ആണെങ്കിലും ഹോട്ടലിൽ ചൈനീസ് ഫുഡ് തട്ടുകട പൊന്റെ ഉള്ളിൽ ഭക്ഷണം ഇല്ല. പൊന്റെ ഉള്ളിൽ പോയി കാര്യാക്കൽ മാത്രമാണ്. ലോഡിങ്ങനെ വാർത്താണ്. പണ്ടല്ല പണ്ടെന്താ പോലെ എന്ന് പറഞ്ഞാല് അല്ലെ നമ്മള് ഉമ്മാമാരിലൂടെ ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഉമ്മാവും വന്നിട്ട് ആ ചോറും എല്ലാവരും പന്തി വെക്കും. അപ്പൊ എല്ലാവരും അപ്പൊ മരുമക്കളും മക്കളും പേരമക്കളും എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇരുന്നു. അവിടെ പണ്ട് ഞാൻ പറഞ്ഞില്ല മറ്റേ മാന എന്ന് പറഞ്ഞു നമ്മളെ മാന ചെയ്ത് പാലപോലത്തെ അതിൽ ഇരുന്നിട്ടുള്ള എല്ലാവരും എല്ലാ പോലെ ഇതുണ്ടാവും. ഇന്ന് സ്കൂളിലത് പോലെ പണ്ട് ആ മന എന്താ പറയും പല പല അതിൽ കൊല ഉണ്ടാവും. ഓരോരുടെ പേരിൽ കേട്ടത് അല്ലെ അതിലെല്ലാവരും സഫായിക്കും പട്ടായിരിക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് ചോദിക്കും, ഓരോരുത്തർ കരിച്ച് നല്ല റാഹത്തിൽ ഭക്ഷണം കഴിച്ച് നല്ല പിന്നെ കാര്യാക്കാൻ ഏതെങ്കിലും പുറത്തു പോകണ്ടേ. പൊന്നോട് ഭക്ഷണം കഴിച്ചിട്ട് അതിനെ കാര്യാക്കാൻ വേണ്ടിട്ട് പുറത്ത് കുന്നിലേക്ക് രാത്രിയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേച്ചിട്ട് പോരാ. ഞാനല്ല എല്ലാ കാലമായി പുറത്ത് കഴിക്കലും ഉള്ളിൽ ഔട്ട് ഉള്ളിൽ പുറത്താക്കലും അങ്ങനെയാണ്. അപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല. സൂറത്ത് ബർക്കത്തിന്റെ വിഷയം പറഞ്ഞതാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെ. ആ ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരും ഭയങ്കര റാത്തായി. ഓന്റെ ഭക്ഷണം അവനെ കൊടുത്ത്, അവന്റെ ഭക്ഷണം ഓനെ കൊടുത്ത്. ഇന്നാണല്ല എല്ലാം ചിക്കൻ പീസിന്റെ ഒരാള് പ്ലേറ്റിന് മുന്നിലാണ് എല്ലാം. എല്ലാവർക്കൊന്നും ഇല്ല. ഇത് പഠിച്ചിട്ടാണ് പിന്നെ ഉപ്പ പഠിച്ചിട്ടാകുമ്പോ സ്ഥലത്തിന്റെ പേരിൽ പഴക്കം വരുന്നത്. സ്ഥലത്തിന്റെ പേരിൽ പഴക്കം വരുന്നതാണ്. എല്ലാം എന്റെ തന്നെ അത് പണ്ട് പഠിച്ച് കോഴി നിന്നുമ്പോ പഠിച്ച് ഇറച്ചി നിന്നുമ്പോ പഠിച്ച് ചട്ടിയുടെ ഇറച്ചി മുഴുവനും എന്റെ പ്ലേറ്റില് കോഴി മുഴുവൻ എന്റെ പ്ലേറ്റില് പഠിച്ചിട്ടാകുമ്പോ വിചാരിച്ച് ഉപ്പാന്റെ സ്ഥലം മുഴുവൻ എനിക്കുള്ളത്, ഉപ്പാന്റെ ആസ്തി മുഴുവൻ എനിക്കുള്ളത്. ഓന് വേണ്ട. പണ്ട് തന്നെ ഈ സിസ്റ്റം പഠിച്ചില്ലെങ്കിൽ എല്ലാം ഓര് ചെയ്തിട്ട് ഒരു പീസ് ഉണ്ട്. ഒരു പീസിനെ ഓനെ കുറച്ചത് പഠിച്ചാല് പിന്നെ ഉപ്പ വെച്ചാലും സ്ഥലം ഓരി വെക്കുമായിരിക്കും. എനിക്കില്ലതല്ല, ഓനും വേണോ, പെങ്ങൾക്കും വേണോ, അനിയനും വേണോ, ഇച്ചക്കും വേണോ. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം മക്കളുടെ മനസ്സിൽ വരുമായിരുന്നു. അതില്ലാതാവാൻ കാരണം വീട്ടിലുള്ള സിസ്റ്റം തെറ്റിയതാണ്. ഒന്നിച്ചു തീർന്ന ഖുർആൻ ഓതില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല, ഒന്നിച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖദുഃഖങ്ങൾ പറയുന്ന പരിപാടിയില്ല. അതുകൊണ്ട് എന്താക്കി പിന്നെ സോഷ്യൽ വർക്കാക്കി. പോകാനെ മനസ്സില്ല, വിളിക്ക് പോകാനെ മനസ്സില്ല. എപ്പോ നോക്കിയാലും ഓന്റെ കാര്യത്തിന് പോവും, അവന്റെ കാര്യത്തിന് പോവും. സ്വന്തം അവന്റെ കാര്യം ഇല്ല, നോക്കലില്ല. അപ്പൊ ഇതാണ് സമാധാനം നഷ്ടപ്പെട്ടതാണ് എന്റെ ഏറ്റവും വലിയ കാരണം. അതിന് മുജറബാത്താക്കി മഹാന്മാര് പഠിപ്പിച്ച വിഷയമാണ്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, ടെൻഷനുണ്ടോ, ബേജാറുണ്ടോ, വീട്ടിൽ പോകുമ്പോ സമാധാനമില്ലേ, ആ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ഖുർആൻ ഓതും, യാസീൻ ഓതും. ഓതിയാൽ അന്നത്തെ എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട് നമുക്ക് വലിയ സന്തോഷവും സമാധാനവും തരുന്ന വീടായി അള്ളാഹുവിനെ ആക്കി തരണേ. അള്ളാഹുനെ ഒരുപാട് പൈസകൾ മുടക്കിയിട്ട് ഞങ്ങളെ നിർമ്മിച്ച വീട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാക്കല്ലേ അള്ളാഹ്. നമ്മുടെ സമാധാനം ഇല്ലാതെയാക്കുന്ന കേന്ദ്രങ്ങളാക്കല്ലേ അള്ളാഹ്. നമ്മുടെ വീടിന്റെ ബറക്കത്തും ഹൈറും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ വീടുകളാക്കി തരണേ അള്ളാഹ്. നിന്റെ റഹ്മത്തിന്റെ മാലാഖന്മാരുടെ കാവലുള്ള വീടാക്കണേ അള്ളാഹ്. ഔലിയാക്കളുടെ മഹാന്മാരുടെ നോട്ടമുള്ള വീടാക്കി തരണേ റഹ്മാനെ.
അള്ളാഹ് നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവരുടെയും കൽബിന്റെ ഇടയിൽ നീ ഐക്യം നൽകണേ അള്ളാഹ്, സ്നേഹം നൽകണേ അവർക്ക്. പടച്ചവനെ യാ അല്ലാഹ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. പടച്ചവനെ ആ സന്തോഷം അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി തരണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പടച്ചവനെ. വീടുണ്ടാക്കാൻ സ്ഥലം പോലും ഇല്ല, അതിനുള്ള ഒരു വഴിയും കാണാതെ ബേജാറായ ആളുകൾ അള്ളാഹു നീ സഹായിക്കണേ അള്ളാഹ്. വിശാലമായ നിന്റെ ഈ ഖസനാവിൽ നിന്നിട്ട് ആവശ്യമുള്ളത് പടച്ചവനെ ആവശ്യമുള്ള ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. പടച്ചവനെ ഉണ്ടാക്കിയ വീട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ ബേജാറോടെ കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലും അതുപോലെ വസിയത്ത് ചെയ്തവരിലും ഉണ്ട്. അള്ളാഹ് വീട് സുന്ദരമായ വീടുണ്ടാക്കിയിട്ട് കൊല്ലങ്ങളായി ഇന്ന് വരെ അതിന്റെ കടം തീരാതെ ബേജാറായ ആളുകളുണ്ട് പടച്ചവനെ. യാ അല്ലാഹ് നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അവർക്ക്. പടച്ചവനെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അവർ കിടക്കുന്ന ഖബറാകുന്ന ആ മണ്ണറയെ മണിയറകളാക്കി മാറ്റണേ അവർക്ക്. നമ്മുടെ അന്തുച്ച മരിച്ചിന്നേക്ക് ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം ഇന്നത്തെ ദിവസം മരിച്ചുപോയി പടച്ചവനെ അല്ലാഹ് നീ സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. അതുപോലെ നാന്തിയിലുള്ള ലത്തീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ച് ഇന്നേക്ക് 2 കൊല്ലം അല്ലാഹു നീ പൊരുത്തു കൊടുക്കണേ അവർക്ക്. അതുപോലെ നമ്മുടെ ഉമ്മമാരി കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു